അമേരിക്കയിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന US സിറ്റിസൺഷിപ്പ്, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, ട്രംപ് ഒറ്റയടിക്ക് നിർത്തലാക്കാൻ നോക്കിയാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ ഉറക്കം കെടുത്തിയ ആ നീക്കത്തിനാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് US സുപ്രീം കോടതി ചരിത്രപരമായ ആ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ വിധി? ഇത് അമേരിക്കയിലുള്ള ഇന്ത്യൻ IT പ്രൊഫഷണൽസിനും മറ്റ് പ്രവാസികളെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നോട്ട് പോകണം. ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന്റെ ആദ്യ ദിവസം തന്നെ, അതായത് 2025 ജനുവരി 20 ഒരു വിവാദ ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിക്യൂട്ടീവ് ഓർഡർ 14160. ഈ ഓർഡറിന്റെ ലക്ഷ്യം ലളിതമായിരുന്നു. അമേരിക്കയിൽ അനധികൃതമായിട്ട് താമസിക്കുന്നവരുടെയോ അല്ലെങ്കിൽ ടെമ്പററി വീസകളിൽ കഴിയുന്നവരുടെയോ കുട്ടികൾക്ക് അമേരിക്കൻ മണ്ണിൽ ജനിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്ന പൗരത്വം, സിറ്റിസൺഷിപ്പ് റദ്ദാക്കുക. US ഭരണഘടനയുടെ 14th അമെൻഡ്മെന്റിലെ സബ്ജക്ട് ടു ദി ജൂറിസ്ഡിക്ഷൻ എന്ന വരിയെ ട്രംപ് സ്വന്തം രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. താൽക്കാലികമായിട്ട് നിൽക്കുന്നവർക്ക് രാജ്യത്തോട് പൂർണ്ണമായ കൂറില്ല, അതുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു ട്രംപിന്റെ വാദം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ്. ട്രംപിന്റെ ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വെച്ചത് മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആണെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാകാൻ പോകുന്നത് അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ലീഗൽ ഇന്ത്യൻ ഇമിഗ്രൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും H1B വിസയിലുള്ള IT ജീവനക്കാരും L1 വിസയിലുള്ള പ്രൊഫഷണൽസ്. നമുക്കറിയാം, അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് പതിറ്റാണ്ടുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നവരാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. ഈ ഒരു കാത്തിരിപ്പ് സമയത്ത് അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ മണ്ണിൽ ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് നിലവിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. ട്രംപിന്റെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നിഷേധിക്കപ്പെടുമായിരുന്നു. അവർ സ്വന്തം നാട്ടിൽ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ കഴിയേണ്ടി വന്നേനെ. ഇത് ഇന്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയ മാനസിക വിഷമം ചെറുതല്ല. എന്നാൽ ഇപ്പോഴിതാ ചരിത്ര പ്രസിദ്ധമായ ട്രംപ് വേഴ്സസ് ബാർബറ കേസിൽ US സുപ്രീം കോടതി 6-3 എന്ന ഭൂരിപക്ഷത്തിൽ ട്രംപിന്റെ ഉത്തരവ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമേരിക്കൻ മണ്ണിൽ ആര് ജനിച്ചാലും അവർ ഭരണഘടന പ്രകാരം ഈ രാജ്യത്തെ പൗരന്മാരാണ്. 1898 വിഖ്യാതമായ വോങ് കിം ആർ കേസിന്റെ മാതൃക പിന്തുടർന്നാണ് കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. അന്ന് ചൈനീസ് കുടിയേറ്റക്കാരുടെ മകന് പൗരത്വം നൽകിയ വിധി തന്നെയാണ് കോടതി ഇവിടെയും അടിവരയിട്ടുറപ്പിച്ചത്. ഭരണഘടന ഉണ്ടാക്കിയവർ നൽകിയ ആ വാക്ക് നമ്മൾ ഇന്നും പാലിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് റോബർട്ട്സ് വ്യക്തമാക്കിയത്. ട്രംപ് വിചാരിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാത്രം 150 വർഷത്തിലേറെ പഴക്കമുള്ള ഭരണഘടനാ അവകാശം മാറ്റി എഴുതാൻ കഴിയില്ല എന്ന് കോടതി കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. ഈ വിധി എന്തുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു ആശ്വാസമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് 3 റീസൺസ് ഉണ്ട്. ഒന്നാമതായിട്ട് ലീഗൽ സ്റ്റേറ്റസ് ഉറപ്പായി എന്നുള്ളതാണ്. H1B വിസയിലുള്ള പാരന്റ്സിന് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി യാതൊരു ആശങ്കയും കൂടാതെ US സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഭാവി സുരക്ഷിതമായി. പാരന്റ്സിന്റെ വിസ കാലാവധി കഴിഞ്ഞാലും കുട്ടികൾക്ക് US തുടരാനും പഠിക്കാനുമുള്ള അവകാശം സുരക്ഷിതമാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഗ്രീൻ കാർഡ് ഭാരം കുറഞ്ഞു. അതായത് ഗ്രീൻ കാർഡിനായിട്ടുള്ള ദീർഘകാലത്തെ കാത്തിരിപ്പ് കുട്ടികളുടെ ആ ഒരു സിറ്റിസൺഷിപ്പിനെ ഇനി ഒരു തരത്തിലും ബാധിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ US സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ ഇന്ത്യൻ പ്രൊഫഷണൽസിന്റെ ഏറ്റവും വലിയ ടെൻഷനാണ് സുപ്രീം കോടതിയുടെ ഈ ഒരൊറ്റ വിധിയിലൂടെ ഇല്ലാതായത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ ട്രംപ് ഇപ്പോൾ കടുത്ത അമർഷത്തിലാണ്. ഇത് രാജ്യത്തിന് ഒട്ടും നല്ലതല്ല, കോൺഗ്രസ് ഇതിനെതിരെ ഉടൻ നിയമം കൊണ്ടുവരണം എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചത്. എന്നാൽ നിയമവിദഗ്ധർ പറയുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ ട്രംപിന് ഇനി ഇതിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്തായാലും അമേരിക്കൻ മണ്ണിൽ തങ്ങളുടെ കുട്ടികളുടെ ഭാവി ഓർത്ത് ആശങ്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഇതൊരു വൻ വിജയം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.